ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കട്ടൻ ചായ കുടിച്ചിട്ടിരിക്കട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് അമ്പലത്തിൽ പോകണം. ഗണേശോത്സവമാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകും. അടുത്തുള്ള അമ്പലമുണ്ട്, അമ്പലത്തിൽ പോകും. പിന്നെ പോണ വഴിക്ക് സൗമ്യ വരുന്നത് പറഞ്ഞു പൂക്കളൊക്കെ പറിക്കാനായിട്ട്. അപ്പോൾ മോൻ എഴുന്നേറ്റിട്ടില്ല, മോൻ ഉറക്കത്തിലാണ്. അപ്പോൾ അവനോട് എഴുന്നേറ്റിട്ട് വേണം പോകാനായിട്ട്. അല്ലാതെ എന്നോട് കിടത്തിയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, കാരണം അവനോട് എഴുന്നേറ്റിട്ട് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. കവറൊക്കെ പിടിച്ചിട്ടാണ് സൗമ്യം നിൽക്കണേ. ഒരു ലോഡ് പൂക്കളും കൊണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഓ, അപ്പോൾ സൗമ്യ ഇന്ന് ഈ പൂക്കളം ഇടാനായിട്ട് ഒരു തട്ട ഒരുക്കിയിട്ട് കേട്ടാ. അപ്പോൾ ഇതിലാണ് ഇന്നിനി പൂക്കളിടാം. ഞങ്ങൾ പോയിട്ട് വരാം. ഇതിൽ പോയിക്കൊണ്ടിരിക്കട്ടാ. സൗമ്യയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും എന്നൊക്കെ ചീത്ത കേൾക്കുമെന്ന് അറിയില്ല കേട്ടാ. പാവം എൻ്റെ മോനും കയ്യിൽ വെച്ചോണ്ടാ. നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു തിരിച്ച് വരാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇന്ന് ഗണേശോത്സവമായ കാരണം ഗണപതി ഹോമമൊക്കെ നടക്കാണ്. നമ്മുടെ ചക്ക എഴുന്നേറ്റുണ്ട്. പൂക്കൾ ഇത്രയും കൊണ്ടുവന്നുണ്ട് കേട്ടോ, പൊട്ടിച്ചിട്ട്. ഒരുപാട് പൂക്കളുണ്ട്. മുക്കുറ്റിയുണ്ട്, പിന്നെ ചെമ്പരത്തി, തെച്ചിപ്പൂവ്, അങ്ങനെ കോളാമ്പിപ്പൂവ്, ശംഖുപുഷ്പം, അങ്ങനെ ഒരുപാട് പൂക്കൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അന്ന്. ഇപ്പോൾ പൂക്കൾ ഇടുന്നത് കാണാനായിട്ട് ഇതാ ഇവിടെ വേറെ ഒരുത്തം വന്നിരിക്കുന്നുണ്ട്. നോക്കിയേ, രാവിലെ തന്നെ ദേഷ്യത്തിലിരിക്കുക കേട്ടോ. അപ്പോൾ ചാണകം മെഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഇതാ സൗമ്യ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഫുള്ളായിട്ട് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് കാണിച്ചു തരണം. നിങ്ങൾ ആരും ഇന്നലെ കമൻറ്റ് ബോക്സിൽ അധികം പേരും പറഞ്ഞൊന്നുമില്ല കേട്ടോ അഭിപ്രായം പൂക്കളത്തെ കുറിച്ചിട്ട്. അപ്പം ഇന്നത്തെ കമൻറ്റ് ബോക്സിലെങ്കിലും പറഞ്ഞോളൂ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടോ. ഇഷ്ടപ്പെട്ടെന്ന് പറയണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇല്ലയെന്ന് പറയണം കേട്ടോ. സത്യസന്ധമായ കാര്യങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂക്കളം ഏകദേശം പകുതി ആയിട്ടുള്ളൂ. പകുതിയല്ല, മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തോ പൂവ് കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് സൗകര്യമായി വീണ്ടും പോയിട്ടാ. എൻ്റെ മോനിവിടെ രാവിലെ തന്നെ ആയിട്ട് കളിക്കാനുള്ള മുക്കാൽ ഭാഗം ആക്കിയിട്ട് നിർത്തിയിട്ട് ഇതെന്താ പൂ തികഞ്ഞില്ല എന്ന് അങ്ങനെ പറഞ്ഞിട്ട് സൗമ്യത വീണ്ടും പോയിട്ടാ. എല്ലാവർക്കും ഒത്തിരി ആശംസകൾ കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. എൻ്റെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ പൂ തികഞ്ഞിട്ടാണെന്ന് തോന്നുന്നുണ്ട്, എന്തോ തികഞ്ഞിട്ട് പോയതാണെന്ന് തോന്നുന്നു. പോയിട്ട് വന്നിട്ടുണ്ട്. ബാക്കി പൂക്കളും കൂടി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് പറിക്കാൻ പോയത് മുക്കുറ്റിയുടെ ഇത് തികഞ്ഞില്ലായിരുന്നു കേട്ടോ. മുക്കുറ്റിയുടെ പൂവിൻ്റെ ഇത് തികഞ്ഞില്ലായിരുന്നു, അത് പറിക്കാനാട്ടോ സൗമ്യ പോയത്. അപ്പോൾ അത് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എപ്പോൾ തൊട്ട് തുടങ്ങിയതാ ഈ പൂക്കളം ഒരുക്കാനായിട്ട്? എത്ര നേരമായിരുന്നറിയോ? അതെ, നമ്മുടെ ഇങ്ങനത്തെ പൂക്കളൊക്കെ വെച്ചിട്ട് ഇടുമ്പോൾ അധികം ഡിസൈനിലും കാര്യങ്ങളിലൊന്നും നമുക്ക് പൂക്കളിടാൻ പറ്റില്ല എന്നാട്ടോ സൗമ്യ പറയണത്. താമസം എടുക്കും. പിന്നെ നമ്മുടെ പൂക്കളം ഇന്നത്തെ എങ്ങനെയുണ്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കായിരിക്കും കേട്ടോ. നമ്മുടെ വീട്ടിലെ കൊച്ചു പൂക്കളം എങ്ങനെയുണ്ടെന്ന്. അതെ, നമ്മുടെ രമ്യ ചേച്ചി പറയണ പോലെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു സന്തോഷം. ആർഭാടങ്ങളില്ലാത്ത സൗമ്യ പറയണ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത ഇത് ഭയങ്കര ഇപ്പോൾ നല്ല റിച്ച് ആണല്ലോ ഇത് അല്ലേ. നല്ല അടിപൊളി പൂക്കളാണ്. നമ്മള് കാശ് കൊടുത്ത് മേടിക്കുന്നതിനേക്കാൾ അടിപൊളി പൂക്കളാണ് നമുക്ക് കിട്ടണത്. അതിൻ്റെതായ ഭംഗിയുണ്ട് അല്ലേ. വെറൈറ്റി ഡിസൈനുകൾ അല്ലേ, കുഴപ്പമില്ല. നല്ല പൂക്കളും എല്ലാവർക്കും ഇഷ്ടമായില്ലേ, നല്ലതല്ലേ. ചിത്തിര ദിവസത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് നിങ്ങൾ കണ്ടത്. രാവിലെ എഴുന്നേറ്റിട്ട് പൂക്കളിട്ടുന്നതിൻ്റെയൊക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാണ്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നാളെ കാണാം വേറൊരു വീഡിയോയുമായി. ബൈ.